കായംകുളം പെരിങ്ങാല ടാഗോർ സ്മാരക ഗ്രന്ഥശാല വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം നടത്തി. കായംകുളം പെരിങ്ങാല ടാഗോർ സ്മാരക ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണം ഗ്രന്ഥശാലാതല ഉദ്ഘാടനം നടത്തി. സാറിന്റെ വാക്കുകളിൽ നിന്നാണ് നമ്മൾ പഠിപ്പിക്കുന്ന സാറന്മാരില്ല, ക്ലാസ് ടീച്ചർ, മറ്റ് വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സാറന്മാർ. അത് ഈ പുസ്തകത്തിലെല്ലാം ഉള്ള കുറേ കാര്യങ്ങളും കൂടെ നമ്മളോട് പറയും. അപ്പൊ 50% പറയുക ഇന്നേ പറയുന്ന അറിവിന്റെ ഭാഗം. ആ അറിവ് നമ്മുടെ വീട്ടിൽ നിന്ന്, അയൽക്കാരിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന് ഒക്കെ കിട്ടുന്നതാണ്. ഇന്ന് ഒരു 25% അതാണ് നമ്മൾ വായിച്ചറിയണം. ടാഗോർ സ്മാരക ഗ്രന്ഥശാല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ അടുത്താണ് പഴയ ഒരു ഗ്രന്ഥശാലയാണ്. 70 വർഷം 25 വർഷത്തെ പഴക്കമാണ്. ആ ഗ്രന്ഥശാലയില് ധാരാളം പരിപാടികൾ, ഇതുപോലുള്ള പുസ്തക പ്രചരണം, ഈ വായനാ മത്സരങ്ങൾ എല്ലാം ഇവിടെ നടത്തിയിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ അതിന് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ പരിപാടികളിൽ നടത്താൻ കഴിയാത്ത ഒരു പരിസ്ഥിതി 2-3 വർഷം ഉണ്ടായിരുന്നു. കേരളവർമ്മ സ്മാരക കാർത്തികപ്പള്ളി താലൂക്ക് സെൻട്രൽ ലൈബ്രറി പ്രസിഡന്റ് ഇളനെല്ലൂർ തങ്കച്ചൻ ഉദ്ഘാടനം നിർവഹിച്ചു. ടാഗോർ സ്മാരക ഗ്രന്ഥശാല പ്രസിഡന്റ് ഡോക്ടർ ബി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ടാഗോർ സ്മാരക ഗ്രന്ഥശാല സെക്രട്ടറി കെ പ്രകാശ് സ്വാഗതം പറഞ്ഞു. കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ വായനാദിന സന്ദേശം നൽകി. ഗംഗാദേവി, അയ്യപ്പൻ എസ്, സ്മിത രാജ്, ശ്യാമള സുധാകരൻ, പ്രദീപ്, അബ്ദുൾ സത്താർ തുടങ്ങിയവർ സംസാരിച്ചു. ടാഗോർ സ്മാരക ഗ്രന്ഥശാല കമ്മിറ്റി അംഗം സത്യനാരായണൻ കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.